നല്ല മഴ പെയ്താൽ നമ്മളെ കിടുക്കാച്ച് റെയിൻകോട്ടിന് ഇട്ടാ അല്ലെ മഞ്ഞ നീലേ. ഡാമിന്റെ മുകളിലെത്തിയിട്ടുള്ള അതിമനോഹരമായുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അവിടേക്ക് പോകുന്ന വഴി കാണാനുള്ള മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ. നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഇറങ്ങണം, ചെറിയ സമയം കിട്ടിയാൽ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ളൂ. സൺമൂണ്, സ്ലൈഡിങ് പൂള്, പിന്നെ ഡ്രോപ്പ് ടവർ, 360 സർക്കിൾ ഉണ്ട് കേട്ടോ. അതുപോലെ കിഡ്സ് പെഡൽ ബോട്ട് ഉണ്ട്, അതുപോലെ ബൗൺസി. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കാം. അതുപോലെ അതുണ്ട് കേട്ടോ, നമ്മളെ സൈക്കിൾ റൈഡ് കണ്ടാ, സിപ്പ് ലൈൻ്റെ സൈക്കിൾ സിപ്പ് ലൈൻ. അത് അപ്പോൾ മച്ചാന്മാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കക്കയത്താട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയുള്ളത്. കക്കയം ഡാമിൻ്റെ മുകളിലെത്തിയിട്ടുള്ള അതിമനോഹരമായുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അവിടേക്ക് പോകുന്ന വഴി കാണാനുള്ള മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ. നമ്മൾ ഈ ടൗണിലേക്ക് ബാലുശ്ശേരിയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ടാവില്ലേ, 30 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ടൗണിലേക്ക് കയറിയ സമയം തന്നെ അടിപൊളി നല്ല തണുപ്പ്, നല്ലൊരു കൂളിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളും മനോഹരമായുള്ള കാഴ്ചകളൊക്കെ ഇനി കാണാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ശ്രീരി വച്ചനാണ് ബാക്കിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ മൂവ് ചെയ്യാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. 8 കിലോമീറ്റർ നമുക്ക് ടൗണിൽ നിന്ന് യാത്ര ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ ടൈമിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. സാധാരണ ദിവസങ്ങളിൽ അവിടെ മുകളിൽ കാണാൻ സമയക്രമമൊന്നുമില്ല, എങ്കിൽ ഇപ്പോൾ സമയക്രമമുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് എത്തണം. ഇപ്പോൾ ഏകദേശം സമയം 3:30 കേട്ടോ, ഉച്ചയ്ക്ക് 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വൈകി. അപ്രതീക്ഷിതമായുള്ള യാത്രയാണ്, ഒരു പ്ലാനിങ്ങും ഇല്ല. എന്തായാലും നമുക്ക് പോവാം. ഇവിടെ താഴെ ഒരു ഡാമൊക്കെ കണ്ടിട്ടോ മച്ചന്മാരെ. താഴെ ഡാമല്ല, താഴെ ഒരു ചെറിയ വെള്ളക്കെട്ടൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഈ മലേൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കോണ ഇറങ്ങിയിട്ട് നന്നായിട്ട് കാണട്ടോ. കാണിച്ചതാ. അവിടെ എന്തോ ഒരു സംഭവം ഇട്ടാ, ചെറിയ തീം പാർക്ക് പോലെ എന്തോ സംഗതി ആ സൈഡിൽ നിൽക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ മല മുകളിലേക്ക് ഏകദേശമൊക്കെ കയറി തുടങ്ങിയിരുന്നിട്ടാ. നല്ല കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് ഉച്ചമുക്കാൽ ആ സമയത്താണ്. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നല്ല മഴ പെയ്താൽ നമ്മളെ കിടുക്കാച്ച് റെയിൻകോട്ടിന് ഇട്ടാ അല്ലെ മഞ്ഞ നീലേ. അങ്ങനെ വെച്ചാൽ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് കണ്ടോ. നമുക്ക് കക്കയം ലെഫ്റ്റ് ഇടത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ കൂരാച്ചുണ്ട് താഴത്തേക്ക് ഇട്ടാ. എസ്റ്റേറ്റ് മുക്ക് റൈറ്റ് സൈഡാണ്. ഓക്കെ, പോവാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. മുകളിൽ കോണട്ടോ. നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഇറങ്ങണം, ചെറിയ സമയം കിട്ടിയാൽ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ളൂ. നമ്മളൊരു കിടുക്കാച്ചി ഫോറസ്റ്റ് റൂട്ട് ആകുമ്പോൾ വയനാട്ടിലൊക്കെ പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ആ വൈത്തിരി കണ്ട് കയറി കഴിഞ്ഞാൽ ഒരു തണുപ്പ് ചെറിയ കൂളിങ് കിട്ടും. വൈത്തിരി കയറല്ല, അടിവാരത്തിൽ താഴെ മുതൽ കൂളിങ് കിട്ടൂലേ, അതേ ഒരു സംഭവം വൈബ് സംഭവം ഇവിടെ കിട്ടാം. ഗായ്സ്, മേലെ കോട. അപ്പൊ നമ്മൾ മലയുടെ താഴത്തെത്തി വെച്ചപാട് ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണട്ടെ. അട്ടപ്പാടി പോയപ്പോ കേരള ബോർഡർ
മേപ്പാടി പാലക്കാടാണ്. തമിഴ്നാട്ടിൽ എവിടെ റൈഡ് എവിടെ ആ വോയിസ് ഒക്കെ ഉണ്ടാവില്ല, വോയിസ് ഒക്കെ ഉണ്ടാവില്ല. പാർക്കട്ടോ മെരി വേവ്സ് കക്കത്തിലേക്ക് പോകുന്ന വഴി ഇതിന് മുന്നേ ഒരു ചെറിയ പാർക്കുണ്ട്, മെരി വേവ്സ്. മെരി വേവ്സ് എടാ, അതിൻ്റെ മതിലൊക്കെ പണി നോക്കിയാൽ ശരിക്കും കറക്റ്റ് ആ മറ്റേ ട്രെയിനിലെ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കണം അവർ. ഇവിടെ എന്തൊക്കെയുള്ളത്? സൺമൂണ്, സ്ലൈഡിങ് പൂള്, പിന്നെ ഡ്രോപ്പ് ടവർ, 360 സർക്കിൾ ഉണ്ട് കേട്ടോ. അതുപോലെ കിഡ്സ് പെഡൽ ബോട്ട് ഉണ്ട്, അതുപോലെ ബൗൺസി. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കാം. അതുപോലെ അതുണ്ട് കേട്ടോ, നമ്മളെ സൈക്കിൾ റൈഡ് കണ്ടാ, സിപ്പ് ലൈൻ്റെ സൈക്കിൾ സിപ്പ് ലൈൻ, അതൊരു വൈബാവും. പക്ഷെ ഇവിടെ ഇന്ന് ഓപ്പൺ അല്ലല്ലോ. ഓപ്പണാണ്, നമുക്ക് കയറി വരും. ഓപ്പണാണ് കയറി വരും. ഞായറാഴ്ച ആയിട്ടും ഓപ്പൺ അല്ല. എന്തായാലും പോവല്ലേ, നമ്മൾ പോവാം. എടാ കറക്റ്റ് 2 ട്രെയിൻ വന്ന് കൂട്ടി നിൽക്കണ പോലെ അല്ലേ? 14 കിലോമീറ്റർ ആണ് ഇനിയും പോവുള്ളത്. പിന്നാണ് കാണുന്ന ചെറിയ പൈപ്പ് ലൈൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പൈപ്പാണ് തോന്നുന്നു കേട്ടോ. ആ ഭാഗത്തുണ്ട്, ആ ഭാഗത്ത്. ഇവിടെ ഫുള്ള് ജാതിക്കത്തോട്ടം ഇതൊക്കെ കേട്ടോ. ഒരു തണുപ്പ് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നമുക്ക് വരുമ്പോൾ ഇറങ്ങാം അല്ലേ? തോന്നുന്നത് നമ്മൾ അത്രയും ആ സ്ഥലത്തല്ല നമ്മൾ വരുന്നത്. ഹോട്ടൽ വേഗം വിടുക, അല്ലെങ്കിൽ ഫ്രണ്ട് കയറി പോവാം. ഇവിടൊക്കെ വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളച്ചാട്ടം ഞാൻ വരുമ്പോ നേരത്തെ പറഞ്ഞ പൈപ്പ് കൂടാ. മച്ചന്മാരെ 14 കിലോമീറ്റർ നമ്മളാ ടൗണിൽ നിന്ന് നമുക്ക് ഓടാനുണ്ട്. പക്ഷേ മുകളിൽ നിന്നതാ ആണ് അടിപൊളി ഒരു വീട് കേട്ടോ. രക്ഷയില്ല, ഇവിടെ ഇറങ്ങി കുളിക്കാം. അപ്പം നമുക്ക് പറഞ്ഞു വന്നത് 14 കിലോമീറ്റർ മേലേക്കുണ്ട്. മലേൻ്റെ ഏറ്റവും അടിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് ഈ ചുരം മാത്രം 10-14 കിലോമീറ്റർ മേലേക്ക് സഞ്ചരിക്കാനുണ്ട് തോന്നുന്നു.
കൊടും വനം. പക്ഷെ ഇവിടൊക്കെ